ഹലോ, നമസ്കാരം. നമ്മുടെ വീട്ടിലെ മൂത്ത കുട്ടി ഋതുമതിയായതിൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോൾ രാവിലെ ഗണപതി ഹോമം, പിന്നെ ദേവി പൂജ, പിന്നെ അതിൻ്റെ ആയിട്ടുള്ള അഭിഷേകങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഗണപതി ഹോമം നടന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തും താമരച്ചാല ക്ഷേത്രത്തിലെ ശാന്തിയും മേൽശാന്തിയുമായിട്ടുള്ള ശാന്തികളാണ് ചെയ്യുന്നത്. സന്തോഷവും ഒരു അനുഗ്രഹവും ഇതൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടാകണമെന്ന് അതൊന്ന് പ്രാർത്ഥിക്കുക. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംഭോ ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഇത് പെൺകുട്ടിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമാണ്. അവർ പെൺകുട്ടിയാണ് ഒരു വീടിന്റെ ഐശ്വര്യം. ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട് ഋതുമതിയാവുകയാണ്. പ്രായപൂർത്തിയായി ഈ കസ്തൂരി മഞ്ഞളാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്ന് ചടങ്ങിന് മേത്തൊന്ന് തൊട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കലശാഭിഷേകിച്ച് മറ്റു ചടങ്ങുകളിലേക്ക് പോകാം. ചെക്കലടിക്കും മുമ്പേ ദയം താരൂ ഭഗവന്തോശ്യാമാം തന്വാവക സർവൈജ്യോ ഭവേതി സനോ ഭഗവരേതാവവേഹ സമദ്വരായോഷസോ നമന്തദിക്രാവേവ സുജയേവതയാ അർവാജീനം വസുവിദം ഭഗന്നോരതമിതവശ്വാജിനാവഹന്തു അശ്വാവതീ ഗോമതീർനാവഷാസോ വീരവതീ സതമുച്ഛന്തു ഭദ്രാം പ്രതന്ദുഹാനാ വിശ്വതഃ പ്രവീതായൂയം പാദസ്സുസ്തി വിസദാദനഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. വിളക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വഴിമാറി കൊടുക്കുകയാണ്. അതിൻ്റെ ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഇതിൽ നിന്നുണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി കാലെ തൊട്ട് വന്നിക്കാം മേഡം. കൊടുത്തോ, ഒരു കുരവിട്ടോ കേട്ടോ. നല്ലപോലെ പിടിച്ച് പതുക്കെ പ്രാർത്ഥിച്ചകത്തോട്ട് കയറിക്കോ കേട്ടോ.